നന്മയിൽ പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നോ ഞാൻ അറിയുവാ. എൻ മനം പുതുക്കി മാറിടുന്നു നിത്യം, നിത്യമാണെനിക്ക് ഈ ലോകലാവണ്യം. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. നിന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. നമുക്കെല്ലാം വളരെയധികം സ്നേഹമുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും, അല്ലേ? അതുപോലെ വളരെ സ്നേഹമുള്ള കുടുംബങ്ങളും ഉണ്ടായിരിക്കും. നമ്മളൊരിക്കലും അവരെ പ്രയാസപ്പെടുത്തുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ പരസ്പരം ശ്രദ്ധിക്കും. കാരണം അവരുമായിട്ടുള്ള സ്നേഹബന്ധത്തിന് ഉലത്തിൽ തട്ടുമല്ലോ. അവരെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം നൽകുന്ന, അവർക്കും സന്തോഷം നൽകുന്ന രീതിയിൽ നമ്മുടെ എല്ലാ ഇടപാടുകളും നമ്മൾ അവരുമായിട്ട് പുലർത്തും. അതാണല്ലോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് അല്പസമയം പരിശോധിക്കാം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതമാണോ നന്നായിരിക്കുന്നത്? ബൈബിൾ ഹാനോക്ക് എന്ന ഒരു ഭക്തനെ കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. അങ്ങനെയാണ് നാം വായിക്കുന്നത്. ഹാനോക്കും ദൈവവും സ്നേഹിതന്മാരെ പോലെയാണ് ജീവിച്ചത് എന്ന് ഈ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവം വിശുദ്ധനാകിയാൽ ദൈവത്തോടൊപ്പം ജീവിക്കുന്നവരും വിശുദ്ധരായിരിക്കണം. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. 1 തെസ്സലോനിക്കർ 4:7 വാക്യം. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ മനുഷ്യൻ്റെ ഒരു പ്രയത്നവും ആവശ്യമില്ല. പാപത്തോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ജീവിക്കുന്ന ജീവിതമാണ് ദൈവപ്രസാദമുള്ള ജീവിതം. ദൈവം പ്രസാദിക്കുന്ന ജീവിതത്തിൽ സമാധാനം ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ട ചുമതല നമുക്ക് തന്നെയാണ് ഉള്ളത്. അതിന് വേണ്ടതായ എല്ലാ നിർദ്ദേശങ്ങളും ദൈവവചനമാകുന്ന ബൈബിൾ നമുക്ക് നൽകുന്നുണ്ട്. പാപം ദൈവത്തെ അപ്രീതിപ്പെടുത്തുന്നു, അതുകൊണ്ട് ദൈവം തെറ്റിനുള്ള ശിക്ഷയും നൽകുന്നു. ഈ ചിന്ത നമ്മെ ഭരിക്കേണ്ടതാണ്. ആ നിലയിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ കഴിയും. യേശുക്രിസ്തു ഇതിനൊരു നല്ല ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. മുന്തിരിവള്ളിയും കൊമ്പുകളും എന്ന നിലയിലാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ അത് കാണാൻ സാധിക്കും. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്കും കഴിയുകയില്ല. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ വളരെ ഫലം കായ്ക്കും. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും കഴിയുകയില്ല. പുണ്യപ്രവൃത്തികൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പര്യാപ്തമല്ല. ദൈവത്തോട് എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതവും വിശുദ്ധമായിരിക്കും. അത് ദൈവപ്രസാദത്തിന് കാരണമായിത്തീരുന്നു. പ്രാർത്ഥനയാണ് ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം. പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണമാണ്. നമ്മുടെ ഏത് കാര്യങ്ങളും പ്രാർത്ഥനയുടെ ദൈവത്തോട് അറിയിപ്പാൻ നമുക്ക് കഴിയും. ദൈവത്തോട് നന്ദി പറയാനും ഉള്ള അവസരമായിട്ട് നമുക്കത് ഉപയോഗിക്കാനും കഴിയും. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയും. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക, നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക, ഇവ മറക്കാതെ ചെയ്യുക. ഇത്തരം യാഗാർപ്പണത്തിൽ ദൈവം പ്രസാദിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ദൈവവചനം അനുസരിച്ച് ജീവിക്കുക. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ ആകുന്നു എന്ന് യേശു കർത്താവ് പ്രഖ്യാപിക്കുകയുണ്ടായി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 14-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമ്മുടെ ബുദ്ധിയിലുദിച്ച ആശയങ്ങൾ പര്യാപ്തമല്ല. മതനിർദ്ദേശങ്ങളും പര്യാപ്തമല്ല. ദൈവവചനം എന്തു പറയുന്നുവോ അതനുസരിച്ച് ജീവിക്കുക. ദൈവമക്കളായി ജീവിക്കുക. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയും. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ലല്ലോ. ഗോഡ് ബ്ലെസ് യു. ദൈവിഷ്ടം ചെയ്യാം, ദൈവമക്കളായിടാം, ദൈവമൊരുക്കും ദൈവരാജ്യത്തിൽ